അമ്മ എപ്പം കാണിക്കയില്ലേ, ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ലോകുട്ടനാന്ന് കേട്ടാ ഇന്ന് മീൻ പൊക്കി കാണിക്കുന്നു. ഇന്ന് കടൽമാലാനാന്ന് കിട്ടിയിട്ടില്ലത്. മീൻ്റെ ഇറച്ചിയിൽ മൊത്തം മുള്ളായിരിക്കും, എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മീനാന്ന് കേട്ടാ ഇത്. ഇന്നെന്തോ എനക്കൊന്നും കഴിയുന്നില്ല, ശരീരത്തെക്കാളും കൂടുതൽ മനസ്സിനെന്തോ സുഖമില്ലാത്ത പോലെ. പുഴമാലാന്റെ ഒരു ഏട്ടനോ അനിയനോ ആയിട്ട് വരും, മൊത്തം ചൂളിയാന്ന്. വൃത്തിയാക്കി കഴിയുമ്പോഴത്തേക്കും ഞാൻ മൊത്തം ചൂളിയിൽ കുളിച്ചിട്ടുണ്ടായിരുന്നു. കുറെ നാൾ കൂടിയിട്ടാണ് ഈ മീൻ കിട്ടുന്നത്. അനിയേട്ടൻ ഇന്നലെ കൊണ്ടുവന്നതേ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിനി തേങ്ങയും കൊത്തമ്പാരിയെല്ലാം അരച്ച് പുളിയെല്ലാം കൂടി കറി വെക്കാന്ന്. മുറിച്ചെല്ലാം കഴിഞ്ഞ് പീസാക്കുമ്പോന്ന് മനസ്സിലായത് എവിടെയോ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ ഇറച്ചിയെല്ലാം ഇങ്ങനെ വിട്ട് വരുന്നുണ്ടായിനി, അത്ര ഫ്രഷ് അല്ലാന്ന്. പിന്നെ ഞാൻ നേരെ അരവെല്ലാം പെരക്കി പൊരിക്കാനായിട്ട് മാറ്റി വെച്ചു. എനിക്ക് കറി എന്ന് വെക്കലെന്നായി ചിന്ത. മുരിങ്ങാക്കോലുണ്ട്, എന്നാ പരിപ്പും മുരിങ്ങാക്കോലും കൂടി കറി വെക്കാന്ന് വിചാരിച്ചു. ഈ വീടിന്റെ പണി തുടങ്ങുമ്പോ അച്ഛൻ എന്നോട് പറഞ്ഞ ഏക ഒരു കാര്യമാണ്, ലിജിയെ സ്റ്റോർ റൂമിന്റെ കാര്യം മിണ്ടി പോണ്ട, ആക്കി തരൂലാന്ന്. അപ്പൊ ഈ 3 ബക്കറ്റാണ് എന്റെ ആകപ്പാടിയിലെ സ്റ്റോർ റൂം എന്ന് വേണം പറയാൻ. വീടിന്റെ അവസാന പണിയിലേക്ക് കടക്കുമ്പോഴത്തേക്കും അനിയേട്ടൻ ഗൾഫിൽ നിന്ന് നാട്ടിലേക്കും വന്നിട്ടുണ്ടായിനി. പിന്നെ അത്യാവശ്യത്തിന് മാത്രമാണ് പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ട് തന്നെ അടുക്കള കുറച്ച് മോടി പിടിപ്പിക്കണം, കബോർഡും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം എന്നില്ല എന്റെ ആഗ്രഹം മാത്രം നടന്നില്ല. അതിന്റെ ഇടയ്ക്ക് മാങ്ങ വീന്ന് ഒച്ചയടിച്ച് ഞാൻ വേഗം ഓടിപ്പോയി എടുത്തുകൊണ്ടെന്നെയാണ് നല്ല പഴുത്ത ഗോമാങ്ങ. ഞാനും ലോകുട്ടനും കയ്യോടെ അതങ്ങ് അകത്താക്കിയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത്, വീഡിയോ തുടങ്ങി ഇന്ന് വരെ അത്രയും ആത്മാർത്ഥമായിട്ടാണ് ഞാൻ ഓരോ വീഡിയോസും ചെയ്തിട്ടുണ്ടായത്. ചില സമയത്ത് എന്തെങ്കിലും ചെറിയ തെറ്റുകുറ്റങ്ങളെല്ലാം പറ്റിയേക്കാൻ സ്വാഭാവികം. പക്ഷേ നമ്മളെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും കമൻറ്റ്സ് വരുന്നത് 2, 3, 4, 5. അത് കാണുമ്പോൾ തന്നെ പിന്നെ വീഡിയോ ചെയ്യാൻ്റെ എല്ലാ മൂഡും അങ്ങ് പോയി കിട്ടും. നിങ്ങൾ നൽകുന്ന വിലയേറിയ അഭിപ്രായം അത് നല്ലതോ പൊട്ടോ എന്താണെന്ന് വെച്ചാൽ അറിഞ്ഞാലേ നമുക്ക് പിന്നെ വീഡിയോ ഇടാൻ്റെ ഒരു ഊർജ്ജം പ്രചോദനം എല്ലാം ഉണ്ടാവുമല്ലോ. നിങ്ങൾ വീഡിയോ കാണുമ്പം അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു 10 പേർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്താൽ അത് എനിക്കും കൂടി ഭയങ്കര ഉപകാരമാവും. നിങ്ങൾക്ക് നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.